പോഷണമാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. എന്നിരുന്നാലും 21-ാം തീയതി അഥവാ ഞായറാഴ്ച നമ്മൾ അംഗൻവാടി പരിധിയിലുള്ള മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഒരു ചെറിയൊരു മത്സരം സംഘടിപ്പിക്കേണ്ടതുണ്ട്. പോഷന്മാരുടെ തീമുകളെ ആസ്പദമാക്കി കൊണ്ടായിരിക്കണം നാളെ നടത്തുന്ന പ്രവർത്തനത്തിനും നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച 21-ാം തീയതി പോസ്റ്റർ മേക്കിംഗ് മത്സരമാണ്. അതായത് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് AG കുട്ടികളെയും അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കൽ മത്സരം സംഘടിപ്പിക്കാം. ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ച ശേഷം ആ കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററിൻ്റെ ഫോട്ടോസ് അവരോട് വാട്സപ്പ് വഴി കളക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കുക. ഈ ഫോട്ടോസ് ആയിരിക്കണം മിനിമം 5 എണ്ണമെങ്കിലും നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്ത് അന്നത്തെ ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. പോസ്റ്റർ തയ്യാറാക്കുന്നതിനൊരു വിഷയം വേണം. ആ വിഷയമെല്ലാം തന്നെ പോഷണമാസാചരണത്തിലെ തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തീം എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ബാഡ് ഫുഡ്സ് ആണ്. അത് ഈ വർഷത്തെ പോഷന്മാരിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട തീമിലൊന്നാണ് ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയമാണ് നമ്മൾ നാളത്തെ പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിന് വേണ്ടി എടുക്കുന്നത്. അതായത് ഗുഡ് ഹെൽത്ത് ബാഡ് ഫുഡ്, നല്ല ശരീരം മോശം ഭക്ഷണം. അതായത് നമ്മളെ ശരീരത്തിന് വേണ്ട നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മളെ ശരീരത്തെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതും എന്നുള്ളതിനെ കുറിച്ചിട്ടും, ഒപ്പം തന്നെ കുട്ടികളിലേക്ക് ഏതൊക്കെയാണ് മോശം ഭക്ഷണം അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൂടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലേക്ക് പറഞ്ഞു വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ ഈ സെഷൻ തന്നെ നിങ്ങൾ ആ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി ഈ പോസ്റ്ററിൻ്റെ തീം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തീം എടുക്കാൻ തന്നെ കാരണം കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യം നിലനിർത്താനും ഭക്ഷണം പ്രധാനമാണ് എന്നുള്ള വിഷയമാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് വെക്കേണ്ടത്. നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യവും വളർച്ചയും പഠനശേഷിയും കൂട്ടുന്നതിന് വേണ്ടി നല്ല ഭക്ഷണം തന്നെ കഴിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മൾ പകർന്നു കൊടുക്കണം. ഒപ്പം തന്നെ മോശം ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം അവരിലേക്ക് എത്തിക്കുക. അതായത് രോഗങ്ങൾ വരാനും അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം കൂടെ നിങ്ങൾ പറഞ്ഞു വെക്കണം. അതിൽ പ്രധാനപ്പെട്ട നല്ല ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുക. പോഷക മൂല്യം കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. പച്ചക്കറികളും പഴങ്ങളും പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ കടല, മുന്തിരിപ്പരിപ്പ്, മീൻ, മുട്ട, ഇറച്ചി, അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങളായിരിക്കണം നമ്മൾ നിത്യജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ശരീര വളർച്ചയ്ക്ക് ഇതെല്ലാം സഹായകമാകുന്നു. ഒപ്പം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പഠനശേഷിയും ശ്രദ്ധയും കൂട്ടാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം ഉപരി തന്നെ നമ്മളെ രോഗങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനും ഇത്തരം നല്ല ഭക്ഷണശീലങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കണം. ഇത് പറയുമ്പോൾ തന്നെ മോശം ഭക്ഷണത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് പോഷകമില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ജങ്ക് ഫുഡ്സുകൾ, കൂൾ ഡ്രിങ്ക്, പാക്കറ്റ് ജ്യൂസ്, ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈ, കേക്ക്, ബിസ്ക്കറ്റ്, ബർഗർ, പിസ്സ, അധികമായി മധുരമുള്ള ഐസ്ക്രീം ആയിക്കോട്ടെ, മിഠായികളായിക്കോട്ടെ, എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ആയിരിക്കണം മോശം ഭക്ഷണമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ പറയുക. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാം പരിമിത ഫലം എന്ന് പറയുന്നത് അമിതവണ്ണം, അതായത് നമ്മളറിയാം ഒബീസിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഭക്ഷണശീലങ്ങൾ ഇവയൊക്കെയാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ പറഞ്ഞു വെക്കുക. ഒപ്പം പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാവുന്ന ഭക്ഷണശീലങ്ങളാണ് ഈ ബാഡ് ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പല്ല് നശിക്കുന്ന ഭാഗം വരും, ശ്രദ്ധക്കുറവ്, ക്ഷീണം, വളർച്ച മന്ദഗതിയിലാകുക. ഇതെല്ലാം തന്നെ ഈ ജങ്ക് ഫുഡിലൂടെയും അല്ലെങ്കിൽ മോശം ഭക്ഷണശീലങ്ങളിലൂടെയും എല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടി നല്ല ഭക്ഷണശീലങ്ങളായിരിക്കണം നമ്മൾ ജീവിതശൈലിയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക. നല്ല ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? ദിവസവും സമയത്ത് ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതെ കഴിക്കുക, കൂടുതലായ പച്ചക്കറി, പഴം ഉൾപ്പെടുത്തുക, ദിവസവും ശുദ്ധജലം കുടിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അതേപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത് എന്നുള്ളത് കൂടെ കൃത്യമായി പറഞ്ഞു വെക്കുക. ഒപ്പം തന്നെ വീട്ടിൽ നിന്നും അംഗൻവാടിയിലൂടെ പോഷൻ വാടകയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പച്ചക്കറി തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇതിലെല്ലാം തന്നെ കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് മരുന്നുകൾ അടിക്കാത്ത പച്ചക്കറികൾ, പഴങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മളുടെ ഫുഡിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. പിന്നെ ശുദ്ധജലം കുടിക്കുക, ദിവസവും ലിറ്റർ കണക്കിന് കുടിച്ചെടുക്കുക. ഒപ്പം തന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കിക്കൊണ്ടും വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ സാധാരണ പോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന
ഉണ്ടാക്കുന്നത് എന്ത് ഭക്ഷണങ്ങളാണെങ്കിലും കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു അവബോധം കൂടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പോസ്റ്റർ മേക്കിങ്ങിന് വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്ന സമയം, AG കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അമ്മമാരുടെ ഉണ്ടാവും, ഇവർക്കൊക്കെ അയക്കുന്ന സമയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വോയിസ് ആയിട്ടോ നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ സെഷൻ തന്നെ ഈ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം കൃത്യമായി നമ്മളൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യമാണ് പോഷന്മാർ 2025 പറഞ്ഞു വെക്കുന്നത്. ഒബീസിറ്റി, പൊണ്ണത്തടിയെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റികൾ എടുക്കണം, അത് ചെറുപ്പം മുതലേ കുട്ടികളിൽ തന്നെ നമ്മളത് കൊണ്ടുവരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണശീലങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി, കൂടുതൽ പാർട്ടിസിപ്പേഷൻ, ജനപങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീമുകളൊക്കെ നമ്മൾ ചാർട്ട് ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും നമ്മൾ അംഗൻവാടിയിൽ പരിധിയിലുള്ള മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കുക, പോസ്റ്റർ തയ്യാറാക്കിപ്പിക്കുക. അതിനുശേഷം നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പോസ്റ്ററുകൾ നമ്മളെ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എൻട്രി രേഖപ്പെടുത്തണം. അപ്പോൾ അത് എങ്ങനെയാണ് എൻട്രി രേഖപ്പെടുത്തേണ്ടത്, ഏത് തീമിലാണ്, ഏത് ആക്ടിവിറ്റിയിലാണ് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്ക് നമ്മൾ തുടർന്നുള്ള സെഷനിൽ വിവരിക്കുന്നതാണ്. അതെല്ലാം തന്നെ മിനിമം 5 എണ്ണം എൻട്രി ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അറിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മളുടെ പരിധിയിലുള്ള AG കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികളിലേക്കും പെൺകുട്ടികളിലേക്കും ഈ സന്ദേശം എത്തിച്ച് എല്ലാവരിലേക്കും ഈ മത്സരത്തിൽ പങ്കാളികളാവുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് 6 തീമുകളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു തീമാണ് അഡ്രസ്സിങ് ഒബീസിറ്റി. പൊണ്ണത്തടിയെ നേരിടുക എന്നുള്ള തീമിനെ ആസ്പദമാക്കി കൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പോസ്റ്റർ തയ്യാറാക്കുന്ന പ്രവർത്തനമായിട്ടാണ് AG കുട്ടികളെയും 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയൊക്കെ തന്നെ നമ്മളിതിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പങ്കെടുപ്പിച്ച ആക്ടിവിറ്റികളൊക്കെ തന്നെ നമുക്ക് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ പരിപാടികളൊക്കെ നടത്തി അത് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്തില്ലെങ്കിൽ നമ്മളിന്ന് പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് വരിക. അത് ഒഴിവാക്കുന്നതിനായി ഓർമ്മയോടുകൂടി നമ്മളിന്ന് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട്, ആ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂസർ നെയിം പാസ്വേഡ് എന്ന ഭാഗം എത്താൻ കഴിയും. അവിടെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോഗിൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്ന് കാണാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പോഷന്മാരാണ്, അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. തീമിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. തീം എന്ന് കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 തീമുകളിൽ നിന്നും അഡ്രസ്സിങ് ഒബീസിറ്റി എന്ന് കാണുന്ന ഈ തീമാണ് നമ്മൾ ഇന്നത്തെ പ്രവർത്തനത്തിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഓർഗനൈസറാണ് നമ്മളാണ്, അതായത് MOWCD നമ്മളെ വകുപ്പാണ് ഇത് നടത്തുന്നത്. അതവിടെ ഡിഫോൾട്ടാണ്, അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം ലെവൽ എന്ന് കാണുന്ന അവിടെ AWC എന്ന് കാണും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കാരണം ഇത് ബ്ലോക്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബ്ലോക്ക് എന്ന് മാറ്റുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AWC എന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തന്നെ ഒരു കോളം കൂടെ ആഡ് ചെയ്ത് വരും. അവിടെ AWC നിങ്ങളുടെ സെൻറ്റർ തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള എല്ലാ സെൻറ്ററുകളുടെ വിവരങ്ങളും അവിടെ വരും. അതിൽ നിന്നും നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേര് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ആക്ടിവിറ്റിയാണ്. നമുക്കറിയാം ഓരോ തീമിനെയും ആസ്പദമാക്കിക്കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ ചെയ്ത ആക്ടിവിറ്റി ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്നും അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് തുടങ്ങുന്ന ഈ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഡേറ്റ് വരും. ആ ഡേറ്റിൽ കൃത്യമായി നമ്മൾ ഞായറാഴ്ച 21-ാം തീയതിയിലെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം ചോദിക്കുന്നുണ്ട്. അതിൽ അഡൾട്ട് എത്ര, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ എത്ര പേര് നമ്മളുടെ ഇന്നത്തെ പ്രവർത്തനത്തിന് പങ്കാളികളായിട്ടുണ്ട്, അവരുടെ എണ്ണം മാത്രം മതി. അത് മെയിൽ എത്ര ഫീമെയിൽ എത്ര എന്നുള്ളത് കാണിക്കണം. അതിനുശേഷം കുട്ടികൾ എത്ര, 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എണ്ണം അവിടെ കാണിക്കുക. പോസ്റ്റർ മേക്കിംഗ് ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടാകും. ആ കുട്ടികളുടെ വിവരങ്ങളൊക്കെ എണ്ണമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം AG കുട്ടികളെ സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. AG കുട്ടികളായി 18 വയസ്സ് വരെയുള്ള AG കുട്ടികളുടെ എണ്ണം, ഇതിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം കൂടെ അവിടെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഫോട്ടോ അപ്ലോഡിംഗ് ആണ്. നിങ്ങൾക്ക്
ഫോട്ടോ അപ്ലോഡിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാം 2 MB കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10-15 പോസ്റ്ററുകൾ നിങ്ങൾക്ക് കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ 2 പോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ 1 പോസ്റ്ററായിട്ടോ നിങ്ങൾക്ക് 5 ആക്ടിവിറ്റി ആയിട്ട് 5 തരത്തിൽ എൻ്റർ ചെയ്ത് വിടാം. എല്ലാത്തിൻ്റെയും തീമും ആക്ടിവിറ്റിയും ഒന്ന് തന്നെയാണ്, പക്ഷേ 5 എൻട്രികൾ പൂർത്തിയാക്കുക. ഇത്തരത്തിൽ ഫോട്ടോ അപ്ലോഡിംഗ് എന്നുള്ള കാണുന്ന ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ പോസ്റ്ററുകൾ ഇവിടെ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്തെടുക്കുക. അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പോസ്റ്റർ മേക്കിംഗ് ബൈ AG എന്നോ AG കുട്ടികളെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർഷൻ ആക്ടിവിറ്റി എന്നോ എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് പച്ച നിറത്തിൽ കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ പൂർത്തിയാവുന്നുള്ളൂ. വീണ്ടും റിപ്പീറ്റ് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷനിലോട്ട് വരിക. അതിന് ലോഗൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അല്പസമയത്തിനകം ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഒരു ന്യൂ ഫോം വരും. അവിടെ നിന്ന് തന്നെ വീണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ തീമും ആക്ടിവിറ്റികളും സെലക്ട് ചെയ്ത് കുട്ടികളുടെ എണ്ണമൊക്കെ അതിൽ കാണിച്ച് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വീണ്ടും വേറൊരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അതിൽ ഡേറ്റൊക്കെ സെയിം തന്നെയാണ്, ഞായറാഴ്ചത്തെ ഡേറ്റ് തന്നെ ഇട്ട് കൊടുക്കുക. ഇത്തരത്തിൽ 5 ആക്ടിവിറ്റികളാണ് നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പൂർത്തിയാക്കിയാലാണ് നമുക്ക് ഇന്നത്തെ പ്രവർത്തനം, നമ്മൾ ഒഴിവ് ദിനമായിട്ട് പോലും പോഷണ മാസാചരണത്തിൽ ഒരു കുറവും വരുത്താതെ എല്ലാ ആക്ടിവിറ്റികളും അംഗനവാടികളിലുടനീളം തന്നെ 30 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് റിപ്പോർട്ടിൽ വരികയുള്ളൂ. ആ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ നമ്മളുടെ അംഗനവാടിയുടെ പേരും നമ്മളുടെ ഫോട്ടോസും നമ്മളുടെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണവും ആക്ടിവിറ്റികളും തീമുകളും ഒക്കെ തന്നെ ഉണ്ടാവണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എൻട്രി പോലും വിട്ടുപോകാതെ, ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ പോലും നിങ്ങളിതിലേക്ക് എൻട്രി ചെയ്യാതെ പോകരുത്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ പോഷന്മാർ പ്രവർത്തനവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. താങ്ക്